എ തിങ് ഓഫ് ബ്യൂട്ടി എന്ന് പറയുന്ന പോം എഴുതിയിരിക്കുന്നത് ജോൺ കീറ്റ്സ് ആണ്. പോയം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ, ഇറ്റ്സ് ലവ്ലിനെസ് ഇൻക്രീസസ്, ഇറ്റ് വിൽ നെവർ പാസ് ഇൻ ടു നത്തിങ്നെസ്. അപ്പോൾ ഒരു തിങ് ഓഫ് ബ്യൂട്ടി, ഒരു ബ്യൂട്ടി തരുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. ആ തിങ് ഓഫ് ബ്യൂട്ടി ഉള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു കാര്യം, അതെന്ന് പറയുന്നത് എക്കാലത്തേക്കുള്ളൊരു ജോയാണ്. നമുക്ക് എക്കാലവും സന്തോഷം തരുന്ന, ഫോർ എവർ, ഒരു നിമിഷം പോലും ഇല്ലാതെ എല്ലാ സമയവും സന്തോഷം തരുന്ന ഒന്നാണ്. ഇറ്റ്സ് ലവ്ലിനെസ് ഇൻക്രീസസ്, ഇറ്റ് വിൽ നെവർ പാസ് ഇൻ ടു നത്തിങ്നെസ്. അപ്പോൾ കാലം കഴിയും തോറും, സമയം കഴിയും തോറും അതിൻ്റെ ലവ്ലിനെസ് അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അതൊരിക്കലും നത്തിങ്നെസ് ആയിട്ട്, ഒന്നുമില്ലായ്മ, അതിന്റെ ബ്യൂട്ടി ഒന്നും കുറയുന്നുമില്ല, അല്ലെങ്കിൽ അത് നത്തിങ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ഒരിക്കലും അത് പോകുന്നില്ല. കാരണം അതിന്റെ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ലവ്ലിനെസ് അല്ലെങ്കിൽ അതിന്റെ ബ്യൂട്ടി ഇൻക്രീസ് ആവുന്നു. ബട്ട് വിൽ കീപ് എ ബോ ക്വൈറ്റ് ഫോർ us ആൻഡ് എ സ്ലീപ്പ് ഫുൾ ഓഫ് സ്വീറ്റ് ഡ്രീംസ് ആൻഡ് ഹെൽത്ത്. അപ്പോൾ നമുക്ക് ജോയ് തരുന്ന സന്തോഷം തരുന്ന തിങ് ഓഫ് ബ്യൂട്ടീസിനെ പറ്റി പറയാണ്. ബട്ട് വിൽ കീപ് എ ബോവർ ക്വൈറ്റ് ഫോർ us. പക്ഷെ നമുക്ക് വേണ്ടി എർത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷെയ്ഡ് ഓഫ് ട്രീനെ പറ്റി പറയാണ്. എ ബോവർ ക്വൈറ്റ് ഫോർ us. എ ബോവർ എന്ന് പറയുമ്പോൾ ട്രീയുടെ ഒരു ഷെയ്ഡാണ്, അത് നമുക്ക് വേണ്ടി തരികയാണ്. ആൻഡ് എ സ്ലീപ്പ് ഫുൾ ഓഫ് സ്വീറ്റ് ഡ്രീംസ്. അപ്പോൾ ആ ഷെയ്ഡ് ഓഫ് ട്രീ, ആ ട്രീയുടെ ഷെയ്ഡിൻ്റെ അവിടെ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് നല്ല നല്ല സ്വീറ്റ് ഡ്രീംസ് ഉള്ള സ്വപ്നങ്ങൾ കിട്ടുന്നു. ആൻഡ് ഹെൽത്ത് ആൻഡ് ക്വൈറ്റ് ബ്രീത്തിങ്. നല്ല വായു ശ്വസിക്കാൻ കിട്ടുന്നു, നല്ല ഹെൽത്ത് കിട്ടുന്നു. പിന്നെ ആ തണലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് മധുരമായ സ്വപ്നങ്ങൾ കിട്ടുന്നു. Therefore, on every morrow are we weathering a flowery band to bind us to the earth. അതുകൊണ്ട് തന്നെ എവരി മോറോ എന്ന് പറയുമ്പോൾ ടുമോറോ ആണ്. ബ്രെത്തിങ്, പ്രിപ്പയറിങ്, നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, നമ്മൾ എല്ലാ നാളത്തേക്കും വേണ്ടി ഒരു ഫ്ലവറി ബാൻഡ് എർത്തിന് വേണ്ടി നമ്മൾ ബൈൻഡ് ചെയ്യുകയാണോ? നമ്മൾ എന്ന മനുഷ്യർ എർത്തുമായിട്ട് ബൈൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കുകയാണോ? എല്ലാ നാളത്തേക്കും വേണ്ടി നമ്മളെ എർത്തുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാനുള്ളൊരു ഫ്ലവറി ബാൻഡ് പോലെയാണോ എന്ന് ചോദിക്കുകയാണ്. Spite of despondence of the inhuman death of noble natures, of the gloomy days of old. സ്പൈറ്റ് ഓഫ് ഡെസ്പെഡൻസ് ഓഫ് ദ ഇൻഹ്യൂമൻ ഡെത്ത് എന്ന് പറയുമ്പം, ഡെസ്പെഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന സാഡ് ആയിട്ടുള്ള ഈവൻസിനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹ്യൂമനുള്ള എല്ലാ സാഡ് ഈവൻസിൻ്റെ എല്ലാ ഡെസ്പെഡൻസും ഉണ്ടായിരുന്നിട്ട് പോലും, എല്ലാ ഓഫ് നേബിൾ നേച്ചേഴ്സ് ഓഫ് ദ ഗ്ലൂമി ഡേയ്സ്, ഒരുപാട് ഗ്ലൂമി ഡേയ്സ്, ഒരുപാട് സാഡ് ഈവൻസ് ഓഫ് ഓൾ ദ അൺഹെൽത്തി ആൻഡ് ഡിയോർഡ് ഡാർക്കൻഡ് വേസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഡ് ഈവൻസ് കാണാം, ഗ്ലൂമി ഡേയ്സ് കാണാം, അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഡാർക്കൻഡ് വേസ് കാണാം, നമ്മളെ സങ്കടപ്പെടുത്തുന്ന ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും. മെയ്ഡ് ഫോർ അവർ സെർച്ചിങ്, യെസ് ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ. അപ്പോൾ നമ്മളെ സെർച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ആണെങ്കിൽ എന്തോന്ന് സാഡ് ആക്കുന്ന ചില കാര്യങ്ങൾ. നമ്മുടെ ഈ ഹ്യൂമനിൽ തന്നെ ആണെങ്കിൽ സാഡ് ആക്കുന്ന ചില കാര്യങ്ങളുള്ളത് ഈ സംഭവങ്ങളൊക്കെയാണ്. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും സം ഷേപ്പ് ഓഫ് ബ്യൂട്ടി മൂവ്സ് അവേ ദ പോൾ ഫ്രം അവർ ഡാർക്ക് സ്പിരിറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും സം ഷേപ്പ് ഓഫ് ബ്യൂട്ടിയുടെ ഏതെങ്കിലും ചില ഫോംസ് മൂവ്സ് അവേ ദ പോൾ ഫ്രം അവർ ഡാർക്ക് സ്പിരിറ്റ്സ്. ഈ സങ്കടങ്ങൾ നിറഞ്ഞ അല്ലെങ്കിൽ ഡാർക്ക്നെസ് കൊണ്ട് നിറഞ്ഞ ഈ നമ്മുടെ ഡാർക്ക് സ്പിരിറ്റ്സിൽ നിന്നും ഒരു തിങ് ഓഫ് ബ്യൂട്ടി അല്ലെങ്കിൽ ജോയ് തരുന്ന എന്തെങ്കിലും ഒരു സാധനത്തിന് ഈ സങ്കടകരമായ കാര്യങ്ങളെല്ലാം മാറ്റാൻ കഴിയും. ഈ സങ്കടകരമായ കാര്യങ്ങളെല്ലാം നമ്മുടെ മുകളിൽ ഒരു വെയിൽ പോലെ, ഒരു തട്ടം പോലെ വന്ന് കിടക്കുമ്പോൾ ആ തട്ടത്തിനെല്ലാം മാറ്റാം, ആ പോളിനെ വലിച്ചെറിയാൻ, നമ്മുടെ ഡാർക്ക് സ്പിരിറ്റ്സിൽ നിന്നും ഇതിനെല്ലാം മാറ്റാം. ആ പോളെന്ന് പറയുന്ന ആ ഷാലോ, ആ സ്കിന്നെ മാറ്റാൻ നമുക്ക് ചില ഷേപ്പ് ഓഫ് ബ്യൂട്ടിക്ക് കഴിയുമെന്ന് പറയുന്നുണ്ട്. സച്ച് ദ സൺ, ദ മൂൺ, trees young and old sprouting a shady boon for simple sheep and such as daffodils with the green world they live in and clear hills. അപ്പോൾ അത് തരുന്ന ചില ആണെങ്കിൽ ജോയ് ഓഫ് ബ്യൂട്ടി തരുന്ന അല്ലെങ്കിൽ നമുക്ക് ജോയ് തരുന്ന ചില ബ്യൂട്ടി നമ്മുടെ എർത്തിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്, അതിനെപ്പറ്റി പറയാണ്. അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന ചിലതാണ് സണ്ണ്, മൂണ്, പിന്നെ ഓൾഡും യങ്ങും ആയിട്ടുള്ള ട്രീസ് കാണും,
പിന്നെ നമുക്ക് തണൽ തരുന്ന ഷെയ്ഡി ബൂണ, ഒരു ട്രീ നമുക്ക് തരുന്ന ഷെയ്ഡ് കാണും. ഫോർ സിമ്പിൾ ഷീപ്പ് ആൻഡ് സച്ചസ് ഡാഫോഡിൽസ്. ഡാഫോഡിൽസിൻ്റെ കാര്യം കൂടി ഇവിടെ പറയാറുണ്ട്. ഡാഫോഡിൽസ് താമസിക്കുന്ന ഗ്രീൻ വേൾഡിനെയാണ് പറയുന്നത്. സച്ച് ആർ ഡാഫോഡിൽസ് വിത്ത് ദ ഗ്രീൻ വേൾഡ് ദേ ലീവ് ഇൻ. അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ വളരുന്ന ആ ഗ്രീൻ വേൾഡിനെ പറയാറുണ്ട്. ആൻഡ് ക്ലിയർ ഹിൽസ് ദാറ്റ് ഫോർ ദംസെൽസ് എ കൂളിംഗ് കവേർഡ് മേക്ക്. ക്ലിയർ ഹിൽസ് എന്ന് പറയുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള അരുവികൾ അല്ലെങ്കിൽ സ്ട്രീംസിനെയൊക്കെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ക്ലിയർ സ്ട്രീംസ് എന്ന് പറയുമ്പോൾ ശുദ്ധ ആയിട്ടുള്ള ഈ സ്ട്രീംസ് അല്ലെങ്കിൽ ഈ അരുവികൾ നമുക്ക് ഒരു കൂളിംഗ് കവേർട്ട് തരും. ഈ ചൂട് സമയങ്ങളിൽ നമുക്കൊരു ആശ്വാസം തരുന്ന ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ. ഗെയിൻസ്റ്റ് ദ ഹോട്ട് സീസൺ, അതാണ് ഇവിടെ പറയണത്. ഇത് നമുക്ക് ഒരു കൂളിംഗ് കംഫർട്ട് തരും ഈ സമ്മർ. എഗെയിൻസ്റ്റ് ദ ഹോട്ട് സീസൺ, ഈ ഹോട്ട് സീസൺ സമയത്ത് നമുക്ക് കൂളിംഗ് കവേർട്ട്, നമുക്ക് കൂൾനെസ് കംഫർട്ടും എല്ലാം തരുന്ന ചില റിൽസാണ് ഈ തരാൻ കഴിയുന്ന റിൽസാണ് ഇതൊക്കെ. പിന്നെ മിഡ് ഫോറസ്റ്റിൽ നിന്നും ഉള്ള ആണെങ്കിൽ ഫെയർ ആയിട്ടുള്ള മസ്ക് റോസസിനെ പറ്റി പറയാറുണ്ട്. ഈ ഫോറസ്റ്റിൻ്റെ മിഡിലിൽ മസ്ക് റോസസ് ബ്ലൂം ചെയ്ത് നിൽക്കുന്നത്, ഈ സംഭവങ്ങളെല്ലാം ഒരു പീസ് ഓഫ് ജോയ് ആണ് അല്ലെങ്കിൽ ഒരു തിങ് ഓഫ് ബ്യൂട്ടി ആയിട്ട് കവി പറയുന്നുണ്ട്. ആൻഡ് സച്ച് ടു ഇസ് ദ ഗ്രാൻഡർ ഓഫ് ദ ഡൂംസ. വി ഹാവ് ഇമാജിൻ ഫോർ ദ മൈറ്റി ഡെഡ് ഓൾ ലവ്ലി ടേൽസ് ദാറ്റ് വി ഹാവ് ഹേർഡ് ഓർ റെഡ്. അടുത്ത് പറയുന്നത് മൈറ്റി ഡെഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയാണ്, സോൾജേഴ്സിനെ പറ്റിയാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് സോൾജേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അവയുടെ ഡ്യൂട്ടി നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവയുടെ ഡൂംസിനെ പറ്റി, അവയുടെ ആ കല്ലറകൾ ഒരു ഗ്രാൻഡർ പോലെയാണ്, ഒരു സന്തോഷം തരുന്നതാണ് അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് കൊണ്ട് നിറഞ്ഞതാണ് ഈ മൈറ്റി പീപ്പിളിൻ്റെത്. അപ്പോൾ നമ്മൾ അവരെ പറ്റി ഓർക്കുന്ന സമയത്ത് അവയുടെ ആ ഗ്രാൻഡറിൽ നിന്നും അല്ലെങ്കിൽ അവയുടെ ആ ഡൂംസിൽ നിന്നും നമുക്ക് ഒരുപാട് റെസ്പെക്റ്റ് തരുന്നു, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. ഓൾ ലവ്ലി ടേൽസ് ദാറ്റ് വി ഹാവ് ഹേർഡ് ഓർ റെഡ്. ഈ മൈറ്റി ഡെഡ് പീപ്പിളിനെ പറ്റി, ഈ ആർമിയിലുള്ള ആളുകളെ പറ്റി അവയുടെ ഒരുപാട് വീരകഥകൾ നമ്മൾ കേൾക്കാറുണ്ട്, പഠിക്കാറുണ്ട്, അതേപോലെ തന്നെ വായിക്കാറുണ്ട്. ആൻഡ് എൻലെസ് ഫൗണ്ടെയിൻ ഓഫ് ഇമ്മോർട്ടൽ ഡ്രിങ്ക് പോറിംഗ് ഓൺ ടു അസ് ഫ്രം ദ ഹെവൻസ് ബ്രിങ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നമ്മുടെ എർത്ത് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന തിങ് ഓഫ് ബ്യൂട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഈ എല്ലാ ഫെസിലിറ്റീസിനെയും കവി പറയുന്നതെന്ന് പറയുന്ന ഒരു ഹെവനിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നും വന്ന് വീഴുന്ന ഒരു ഇമ്മോർട്ടൽ ഡ്രിങ്ക് എന്നാണ് പറയുന്നത്. എൻലെസ് ഫൗണ്ടെയിൻ എന്ന് പറയുന്നത്, എൻലെസ് ഫൗണ്ടെയിനെ ഇവിടെ യൂസ് ചെയ്യുന്ന പൊയറ്റിക് ഡിവൈസ്, എൻലെസ് ഫൗണ്ടെയിനിൽ ഹൈപ്പർബോള എന്ന് പറയുന്ന പൊയറ്റിക് ഡിവൈസ് ആണ്. അപ്പോൾ കവി പറയുന്നതെന്ന് പറയുമ്പോൾ ഹെവനിൽ നിന്നും സ്വർഗത്തിൽ നിന്നും നമുക്ക് ഫ്രീ ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു എൻലെസ്, ഒരിക്കലും ഇമ്മോർട്ടൽ ആയിട്ടുള്ള, ഒരിക്കലും നിന്ന് പോവാത്ത അല്ലെങ്കിൽ ഒരിക്കലും മാനു പോവാത്ത ഒരു ഡ്രിങ്കാണ് ഈ തിങ് ഓഫ് ബ്യൂട്ടി. ഈ എർത്ത് അല്ലെങ്കിൽ നമുക്ക് ഈ വേൾഡ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ തിങ് ഓഫ് ബ്യൂട്ടി അങ്ങനത്തെ ഒരു കാര്യമാണെന്നാണ് കവി പറയുന്നത്.